കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ പറയുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവജനത്തിന് മുമ്പിലായിരിക്കാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് തന്നല്ലോ. ഈ രാത്രിയിലും ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊരുളുകളെ തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് നാം നിൽക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം എന്നുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ധ്യാനിക്കുവാൻ ഇടവ് വന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഉത്തരവാദിത്വത്തെ പറ്റി നാം ചിന്തിച്ചു. സുവിശേഷം പങ്കുവയ്ക്കാൻ നാം ഓരോരുത്തരും കടമ്പെട്ടവരാണ്. ഈ കടപ്പാടിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ഒരു കൽപ്പനയുടെ അനുസരണം എന്നതിനേക്കാൾ ദൈവത്തോടുള്ള സ്നേഹത്തിലും സത്യമാണ് എന്നുള്ള ബോധ്യത്തിലും മാത്രമേ നമുക്കത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കൽപ്പന അനുസരണം എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റും മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ തന്നെ എടുക്കും. ഞാൻ ഈ കൽപ്പന അനുസരിച്ചു. പക്ഷെ എന്നതിനേക്കാൾ സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായിരിക്കണം ഓരോ ആത്മീകമായിട്ടുള്ള പ്രവൃത്തികളും നാം ചെയ്യേണ്ടത്. ദൈവത്തിലുടനീളം അതാണ് ദൈവത്തിന് പ്രസാദകരമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ ആത്മീക ശുശ്രൂഷയാണെങ്കിലും എല്ലാം തന്നെ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോ ദൈവത്തോടുള്ള സ്നേഹത്തിലും ആത്മാക്കളോടുള്ള സ്നേഹത്തിലും ആണ് സുവിശേഷം നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. 2, ഇവിടെ പൗലോസിന്റെ ഈ ലേഖനങ്ങളിലെല്ലാം കാണുവാൻ കഴിയുന്ന കാര്യം സത്യമാണെന്നുള്ള ബോധ്യം. അത് ഈ 5-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ബഹുനിശ്ചയത്തോടു കൂടിയാണ് സുവിശേഷം ഷെയർ ചെയ്തത്. കാരണം ഇത് മാത്രമാണ് സത്യമെന്നും ഇതല്ലാതെ മറ്റൊരു സത്യം ഇല്ല എന്നുമുള്ള ആ നിശ്ചയം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ അവർ ഗോസ്പൽ ഡിഡ് നോട്ട് കം ടു യു ഇൻ വേർഡ് ഓൺലി ബട്ട് ഓൾസോ ഇൻ പവർ ആൻഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിൽ വിത്ത് ഫുൾ കൺവിക്ഷൻ. അപ്പോൾ സുവിശേഷം പങ്കുവെക്കാൻ നാം ഓരോരുത്തരും ഓബ്ലിഗേറ്റഡ് ആണ്. എന്തുകൊണ്ട് ഓബ്ലിഗേറ്റഡ് ആണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് അസ്. നമ്മെ അത് രൂപാന്തരപ്പെടുത്തി. അപ്പോൾ ഇവിടെ കടക്കാരൻ എന്ന് പറയുന്നതിലൂടെ പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. ഒരു വ്യക്തിയെ രക്ഷിപ്പാനുള്ള ഏക സന്ദേശമാണ് സുവിശേഷം. സുവിശേഷം എന്താണ്? ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി പൂർത്തിയാക്കിയ പ്രവൃത്തിയുടെ സന്ദേശമാണ് സുവിശേഷം. അതൊരു തിയറി അല്ല, അത് നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമായ വിഷയമാണ്, അനുഭവവേദ്യമായ സത്യമാണ്. തടസ്സമായ അനേക കാര്യങ്ങളുണ്ട്, നമ്മളത് ചിന്തിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ നീതിപ്രവൃത്തികളാണ്. തങ്ങളുടെ നല്ല പ്രവൃത്തികളാൽ രക്ഷപ്പെടാമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പാപത്തിന്റെ ആഴം ഒരുവൻ മനസ്സിലാക്കുമ്പോൾ മാത്രമേ, പരിശുദ്ധനായ ദൈവത്തിന്റെ ആ പരിശുദ്ധി മനസ്സിലാക്കുമ്പോൾ മാത്രമേ, മനുഷ്യന്റെ നീതിപ്രവൃത്തിയും ദൈവത്തിന്റെ പരിശുദ്ധിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് മുമ്പിൽ അടിയറ പറയുവാൻ അവന് കഴിയുകയുള്ളൂ. ദൈവകൃപയുടെ ആവശ്യവും അവന് മനസ്സിലാവുകയുള്ളൂ. ഈ സുവിശേഷത്തിൽ കലർപ്പ് ചേർത്താൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായി ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അതാണ് എളുപ്പവിശ്വാസം, ഈസി ബിലീവ്സ് എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ട ഒരു ജീവിതം വേണ്ടാത്ത നിലയിൽ, ജസ്റ്റ് ഒരു മെന്റൽ എഗ്രിമെന്റ്, യേശു ആരാണെന്നുള്ള ഒരു ബൗദ്ധികമായ ഒരു അംഗീകാരം കൊണ്ട് രക്ഷിക്കപ്പെടാം എന്ന് ഉള്ള ഒരു മനസ്സിലാക്കൽ. അപ്പൊ അത് പൂർണ്ണതോതിൽ സുവിശേഷം ഷെയർ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. 2-ാമത്തെ വശം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലീഗലിസം, അതായത് നിയമവാദം. നാം ഗലാത്യ സഭയിൽ അത് കണ്ടതാണ്. അതായത് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ദൈവിക വ്യവസ്ഥ. ആരെങ്കിലും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ, അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും, ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. ഈ വിശ്വാസത്താലുള്ള നീതീകരണം മാത്രം പോരാ, ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടാൻ പരിച്ഛേദന എന്ന പ്രവൃത്തി കൂടെ വേണമെന്ന് അന്ന് ഗലാത്യ സഭയിൽ കലക്കിയതുപോലെ, അവരെ ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത അവരിൽ നിന്ന് വിടുവിച്ചതുപോലെ, ഇന്നും അനേക കാര്യങ്ങൾ നിയമവാദമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം സുവിശേഷത്തിലുള്ള കലർപ്പുകളാണ്, ക്രിസ്തുവിൽ നിന്നുള്ള വ്യതിചലനമാണ്. ഇതൊന്നും ഒരു വ്യക്തിയെ
നിത്യജീവനിലേക്ക് നടത്തുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തിന്റെ ഡിഫൻസ്, അതിന്റെ പ്രതിരോധം എന്ന നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു നാഴിക പോലും പൗലോസ് വിട്ടുകൊടുത്തില്ല. കാരണം എന്താണ്? സുവിശേഷത്തിന്റെ സത്യം നിലനിൽക്കുവാൻ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചത്. വീണ്ടും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമാണ്. നമുക്കറിയാം, റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ ആകുന്നു. എന്തുകൊണ്ട് കടക്കാരനാകുന്നു? റോമാലേഖനം 3:21 നമുക്കത് കാണാൻ കഴിയും. എല്ലാവരും ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 10-ാം വാക്യം. 23 ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. 5:12 അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്ന് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ദൈവസനം നീതീകരിക്കപ്പെടുവാൻ, അവന് നിത്യജീവൻ കരഗതമാക്കുവാൻ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ സന്ദേശമാണ് സുവിശേഷം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇന്ന് സത്യം എന്നുള്ളത് ആപേക്ഷികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് സത്യം ആപേക്ഷികമാണ്. നമ്മൾ സുവിശേഷം എന്ന സത്യം മാത്രമാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനുള്ള മാർഗം എന്ന നിലയിൽ ആരോടെങ്കിലും സംസാരിച്ചാൽ ഒന്നുകിൽ അവർ ഒഫൻഡഡ് ആവും, തീർച്ചയായിട്ടും. കാരണം സുവിശേഷം മനുഷ്യനെ, ഒരു പാപിയായ മനുഷ്യനെ ഒഫൻഡ് ചെയ്യും. അവനത് ഈസിയായി സ്വീകരിക്കത്തില്ല. അവന്റെ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് അവൻ സ്വീകരിക്കത്തില്ല, അൺലെസ് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കാതെ. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്ന രണ്ട് വിധത്തിലുള്ള റെസ്പോൺസ് ആയിരിക്കും. ഒന്ന്, അവര് ഒഫൻഡഡ് ആവും, എതിർക്കും. രണ്ട്, അവര് ക്ഷമയോടെ കേട്ടിട്ട് പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ, പക്ഷെ അത് നിങ്ങളുടെ സത്യമാണ്, ഞങ്ങൾക്കും മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. നമ്മളും പലപ്പോഴും അത് പറയാറുണ്ട്. അവർ മനസ്സിലാക്കിയ സത്യം, അല്ലെങ്കിൽ അവർ വിശ്വസിച്ച സത്യം. അങ്ങനെ സത്യം പല കാറ്റഗറിയിലായിട്ട് വന്ന് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുക. അതാണ് സബ്ജക്റ്റീവായിട്ടുള്ള, ആത്മനിഷ്ഠമായ, വ്യക്തിപരമായ ഒരു സത്യം. അങ്ങനെ ഒരു സത്യമില്ല. ദൈവവചനം മുന്നോട്ട് വെക്കുന്ന സത്യം അധിഷ്ഠിതമായിരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിലാണ്, ദൈവവചനത്തിലാണ്. ദൈവവചനം, ദൈവം എന്ത് മുന്നോട്ട് വെക്കുന്നു, ദൈവം എന്ത് പറയുന്നു, അതാണ് സത്യം. അത് മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കും മനുഷ്യന്റെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾക്കും അടിസ്ഥാനപ്പെട്ടല്ല ആ സത്യം ഇരിക്കുന്നത്. മാറ്റമില്ലാത്ത ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനൊരു പറച്ചിൽ കേട്ടിട്ടുണ്ടാവും, ട്രൂത്ത് സ്റ്റാൻഡ്സ് അലോൺ. സത്യം തനിയെ നിൽക്കും. സത്യത്തിന് ആരുടെയും കൂട്ടുവേണ്ട, സത്യം തനിയെ നിൽക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് കോടതിയില്, വിവിധ കോടതികൾ മാറി മാറി കർത്താവിനെ അവര് കൊണ്ടുപോയി. അവനിൽ കുറ്റം കാണാൻ കഴിഞ്ഞില്ല അവർക്ക്. പക്ഷെ ആരും കർത്താവിന് വേണ്ടി വാദിക്കാൻ അവിടെ ഇല്ല. ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ ഭാഷ, മടിയിൽ കനമില്ലാത്തവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അത് ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം. അതായത് ഈ ബിസിനസ്സുകാരുടെ നിന്നും എല്ലാവരുടെയും നിന്നും കാശ് മടിയിൽ മേടിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു കേസ് വരുമ്പോ അവർക്ക് പേടിയാ. എന്നാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചോളം, ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം, വി സ്റ്റാൻഡ് അലോൺ. ട്രൂത്ത് സ്റ്റാൻഡ്സ് അലോൺ. ബിക്കോസ് ഈ സത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തിരുവെഴുത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിലുമാണ്. ആമേൻ. ഇവിടെ യഥാർത്ഥ സുവിശേഷം പ്രഘോഷിക്കാതിരുന്നാൽ രണ്ട് കാര്യം അതിന്റെ ദോഷമായി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഈസി ബിലീവിസം, എളുപ്പ വിശ്വാസം, പിന്നെ 2 നിയമവാദം അല്ലെങ്കിൽ ലീഗലിസം. എന്തുകൊണ്ടാണ് ഗോസ്പൽ ഫുള്ളി ഷെയർ ചെയ്യുവാൻ കഴിയാത്തത്? അത് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ജനം ഒഫൻഡഡ് ആകുമോ എന്നുള്ള ഭയം. കാരണം ഗോസ്പൽ ടാർഗറ്റ് ചെയ്യുന്നത് മനുഷ്യന്റെ പാപത്തെയാണ്. കാരണം അതിനാ പരിഹാരം വേണ്ടിയത്.
അതിന് സൊല്യൂഷനായി പ്രസന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. ഇത് എങ്ങനെയാണ് ഒരു പാപിയായ മനുഷ്യന് പാവപ്രവൃത്തി നിന്നുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. നമുക്കറിയാം, ഈ പാപത്തിന്റെ എക്സ്പോഷർ ഒന്നും ലഭിക്കാത്ത കുടുംബങ്ങളിൽ, മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ഇന്ന് രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പത്രത്തിൽ വായിച്ചു. മനോരമയിലുണ്ടത്. അത് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് സത്യമാണോ? അതെ, സത്യമാണ്. എന്താന്ന് ചോദിച്ചാല്, ദൈവത്തെ കാണാൻ വേണ്ടി ഒരു വ്യക്തി 12 വർഷമായിട്ട് നിൽക്കുകയാണ്. അതൊരു സന്യാസിയാണ്. ദൈവത്തെ കാണാൻ വേണ്ടി ഒരു സന്യാസി 12 വർഷമായിട്ട് നിൽക്കുക. അദ്ദേഹം അങ്ങനെ നിൽക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ നമ്മൾ അത് വിശ്വസിക്കത്തില്ല, കാരണം പക്ഷെ ഇത് പത്രത്തിൽ വന്നതാണ്, അത് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ സത്യദൈവത്തെ കണ്ടുപിടിച്ചതാണോ? അവൻ എന്നെ തേടി വന്നതാണ്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ. ഇന്ന് പലപ്പോഴും മുമ്പേ ഒരു ദേവദാസൻ പറയുമായിരുന്നു, ഇന്ന് ദേവദാസന്മാരും ദൈവമക്കളും ഫ്രീ ടൈമിൽ എന്താ ചെയ്യുന്നേ? ചിലര് ഗെയിം കളിക്കുന്നു, ചിലർ പല 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 കാര്യങ്ങളാ ചെയ്യുന്നത്. ഒരുപാട് സമയങ്ങളുള്ളതായിട്ട് തോന്നുക. ഇനി ദിവസങ്ങളിൽ എനിക്ക് സമയമില്ല എന്ന് തോന്നും. ഒരു ദേവദാസന് ഇവിടെ സമയം തികയുന്നില്ല നമുക്ക്. എന്നാൽ ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി ആവലോടെ കാത്തിരിക്കുക. ഈ ലോകത്തിന്റെ മോഹങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആകെപ്പാടെയുള്ള ആഗ്രഹം ദൈവത്തെ അറിയണം. അതിന് അദ്ദേഹം നിന്ന് കാലിന്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗമൊക്കെ കറുത്തു തുടങ്ങി, നീര് വെച്ച് തുടങ്ങി. അങ്ങനെ ദൈവത്തെ അറിയാനായി നിന്നിട്ട് നാം എങ്ങനെയാ? ദൈവത്തെ അറിയാൻ വേണ്ടി നിന്നതാണോ? നാം ദൈവത്തെ അറിയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതാണോ? സുവിശേഷ സത്യം നമ്മെ കണ്ടുമുട്ടി. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ യഹൂദന്മാര് വെറുക്കുന്ന ഒരു ജോലിയാണല്ലോ ചുങ്കക്കാരൻ എന്ന ജോലി. കാരണം യഹൂദൻ തന്നെയാണ്, പക്ഷെ യഹൂദനെ ഉറ്റുകൊടുക്കുന്ന പരിപാടിയാണ് ഈ ചുങ്കക്കാരൻ. അങ്ങനെ ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്ന ബൂത്തിൽ ഇരുന്നവനെ കർത്താവ് ചെന്നിട്ട് വിളിച്ചു പറയാണ്, മത്തായി, നീ എന്റെ പിന്നാലെ വാ. നോ ക്വാളിഫിക്കേഷൻ അറ്റ് ഓൾ, നോ റൈച്ചസ്നെസ് ഓഫ് ഹിസ് ഓൺ. എന്ത് നീതി അവനുള്ളത്? ഒരു നീതിയില്ല. അവൻ സ്വന്തം മതത്തിനെ വിറ്റവനെന്നാണ് മതക്കാർ പറയുന്നത്. എല്ലാം കൊണ്ടും അവൻ അംഗീകരിക്കപ്പെട്ടവനല്ല സമൂഹത്തിൽ. ഒരു ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ പോയത് നമുക്കറിയാമല്ലോ. അപ്പൊ പരീശന്മാർ എങ്ങനെയാ ചുങ്കക്കാരെ കാണുന്നത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ളവനെ ദൈവം വിളിക്കുക, കർത്താവ് വിളിക്കുക. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പക്ഷെങ്കിൽ പാപത്തിന്റെ എക്സ്പോഷർ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ, പരിശുദ്ധനായ ദൈവത്തിന് മുമ്പേ നമ്മുടെ ഒരു നീതി പ്രവൃത്തിയും വിലപ്പോകില്ല. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പാപബോധം ഉള്ളവരാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ. അപ്പോൾ നമ്മളും ദൈവ സന്നിധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനം ഷെയർ ചെയ്യുമ്പോൾ, സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ ജനത്തെക്കുറിച്ചുള്ള ആ ഭയം അങ്ങ് വിട്ടുകളാണ്. കാരണം നമുക്ക് അവരോടുള്ള സ്നേഹമായിരിക്കണം അതിന് പകരം നമുക്കുണ്ടാകേണ്ടത്. കാരണം അവരെടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള സ്ഥിതി, യഥാർത്ഥത്തിൽ അവരെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നാം പറഞ്ഞിരിക്കും. ഞാനൊരു ഡോക്ടറുടെ ഉദാഹരണം പറഞ്ഞല്ലോ. അവൻ എൻ്റെ അടുത്ത റിലേറ്റീവ് ആയിരിക്കാം, പക്ഷെ എനിക്കൊരു കഠിനമായ ഡയഗ്നോസിസ് ആണ് ആ ഡോക്ടർ കണ്ടുപിടിച്ചതെങ്കിൽ, അയ്യോ, എൻ്റെ സഹോദരനോട് ഞാനിത് പറഞ്ഞാൽ അവന് വിഷമമാകുമല്ലോ എന്ന് പറഞ്ഞ് അവൻ പറയാതിരിക്കത്തില്ല. അറ്റ് ദ ഏർലിയസ്റ്റ് അവൻ പറയും. ഇതുപോലെയാണ് സുവിശേഷം എന്നത് മനുഷ്യന്റെ ഡയഗ്നോസിസ്. അതിനുവേണ്ടിയുള്ള മരുന്ന് അതിനകത്ത് അത് യാതൊരു മുഖപക്ഷവും കൂടാതെ, ഭയവും കൂടാതെ പറയുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഘടകമാണ് പരിശുദ്ധാത്മാവ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞത്. നിയോഗം മത്തായിയിൽ കൊടുത്തെങ്കിലും കർത്താവ് അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോസ്തല പ്രവൃത്തി 1-8 പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും.
അപ്പം സുവിശേഷത്തിന്റെ ആ, ആ, തടസ്സമായി നിൽക്കുന്ന പ്രഖ്യാപനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ജനത്തെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ സാധ്യതയുള്ളതാണ് ജനത്തിന്റെ ആവശ്യം. ജനത്തിന്റെ ആവശ്യം സത്യമാണ്. ആവശ്യം കർത്താവ് നിവർത്തിക്കും. പക്ഷെങ്കിൽ ആവശ്യം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യം ആയിരിക്കാം ഒരു വ്യക്തിക്ക് ആവശ്യം, പക്ഷെ അതിലപ്പുറമാണ് അവന്റെ പാപരോഗ സൗഖ്യം. അപ്പൊ ഏതിനാണ് മുൻതൂക്കം എന്നുള്ളത് നമുക്കറിയാം, അവർക്കറിയില്ല. അവർക്ക് ദേഹത്തിൽ ശരീരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ ഇക്കാലത്തിലെ പ്രശ്നമാണ് അവരുടെ വിഷയമെങ്കിലും നമുക്കറിയാം അവന്റെ ഏക പ്രശ്നം പാപരോഗമാണ്. സോ അതുകൊണ്ട് തെറ്റായ പ്രഖ്യാപനത്തെക്കാൾ ഉപരി ജനത്തെക്കുറിച്ചുള്ള ഭയത്തെക്കാൾ ഉപരി അവരുടെ പ്രശ്നങ്ങളെക്കാൾ ഉപരി നാം ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ യഥാർത്ഥ പ്രശ്നമായ പാപത്തെയാണ്. സുവിശേഷം വെളിയിൽ പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ അകത്തും ഓർമ്മിപ്പിക്കേണ്ടതാണ്. സുവിശേഷത്തിന്റെ പ്രഖ്യാപനം വെളിയിലാണ്, ഓഫ് കോഴ്സ്, പക്ഷെ ദൈവസഭയിലും ഇത് ഓർമ്മിപ്പിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് മൂന്ന് കാര്യങ്ങൾ അത് നമുക്ക് തരുന്ന അഷ്വറൻസ് ഉണ്ട്. ഒന്ന്, ദ ഗോസ്പൽ റിമൈൻഡ്സ് us or assures us that we are the children of God. Amen. ഗോസ്പൽ യഥാർത്ഥത്തിൽ സുവിശേഷമാണ് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാനുള്ള ഒരു വാതിലായി. സോ ഇറ്റ് ഹാസ് ടു ബി റിമൈൻഡഡ്. എന്തുകൊണ്ട് റിമൈൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്നത്തെ സാഹചര്യമല്ല നാളെ. സാഹചര്യങ്ങൾ മാറും. ഇതിന് നടുവിലും മാറാതെ നമുക്ക് കിട്ടിയ ഒരു അഷ്വറൻസ് ആണ് സുവിശേഷത്തിലൂടെ ഞാൻ ഒരു ദൈവവൈതലാണ് എന്നുള്ള അഷ്വറൻസ്. അതാണ് റോമാലേഖനം 8:16 നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിന്റെ കഷ്ടം സാരമില്ല. അല്ല, അത് 8:16 പറയുന്നത് ആത്മാവ് താനും നമ്മുടെ ആത്മാവ് പറയും എന്താ, നാം ദൈവമക്കളാണ്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇത് റിമൈൻഡ് ചെയ്യുന്നത് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും. ഇതെങ്ങനെയാ ഇത് മനസ്സിലായത്? സുവിശേഷം എന്ന സന്ദേശമാണ് അതിന്റെ വാഹകരായി തീർന്നത്. സുവിശേഷ സന്ദേശത്തിലൂടെയാണ് നമുക്ക് ഈ ഉറപ്പ് കിട്ടിയത്. രണ്ട്, സുവിശേഷം നമ്മെ തന്നെ റിമൈൻഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം, വി ഹാവ് എ ന്യൂ ഔട്ട്ലുക്ക് അബൌട്ട് ദ പ്രസന്റ്. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റി പുതിയൊരു കാഴ്ചപ്പാട് ലഭിച്ചു. അതാണ് ഒരു ദൈവപൈതലും ദൈവപൈതലല്ലാത്തവർക്കും തമ്മിൽ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന വ്യത്യാസം. ഇപ്പൊ സുവിശേഷ സന്ദേശമായ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവനൊരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നമില്ലാത്ത ആരാ ഉള്ളത്? കാരണം അവന് ഈ ലോകത്തിലെ പ്രശ്നമാണ് പ്രധാനം. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടോ നമുക്കും ആ പ്രശ്നം തന്നെ കാണാം. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് എന്താ? റോമാലേഖനം 8:18 പറഞ്ഞിരിക്കുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. സോ വി ഹാവ് എ ന്യൂ ഔട്ട്ലുക്ക്. ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് കിട്ടി. എന്തിനെ സംബന്ധിച്ച്? ഇന്നിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പുതിയൊരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടി. കാരണം ഇത് താൽക്കാലികമാണെന്നും വരുവാനുള്ള ലോകത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നും എന്നുള്ള ബോധ്യം നമുക്ക് ലഭിച്ചത് എങ്ങനെയാ? സുവിശേഷത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. സോ ഗോസ്പൽ ഹാസ് ടു ബി റിമൈൻഡഡ് ഡെയിലി. മൂന്നാമത്തെ കാര്യം, അഷ്വറൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ. സുവിശേഷം കഴിഞ്ഞ നാളിലെ ജീവിതത്തിൽ നിന്നും എന്നെ ഒരു ദൈവവേദലാക്കുക മാത്രമല്ല, ഇപ്പോഴത്തെ പ്രശ്നത്തെ പുതിയൊരു കണ്ണാടി കൊണ്ട് കാണാൻ എന്നെ പ്രേരിപ്പിക്കുക മാത്രമല്ല, ഭാവിയെ ചൊല്ലിയും എനിക്ക് എന്ത് ചെയ്യാം? പുഞ്ചിരി തൂകാം. എനിക്ക് ഭാവിയെ ചൊല്ലിയും എനിക്കൊരു പ്രത്യാശയുണ്ട്. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ 23-24 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. താഴോട്ട് വരുമ്പോൾ 28, 29, 30 വാക്യങ്ങളിലെല്ലാം അത് തന്നെയാ പറയുന്നത്. ആത്മാവെന്ന ആദിദാനം പ്രാപിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അത് ഫ്യൂച്ചറാ. വീണ്ടെടുപ്പ് എന്ന പുത്രത്വം നമുക്ക് ലഭിക്കുമെന്നുള്ള ആ ബോധ്യത്തിൽ ഞാൻ ഉള്ളിൽ ഞരങ്ങുകയാണ്. ഈ പ്രത്യാശയല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. അപ്പൊ മൂന്ന് കാര്യങ്ങൾ: അഷ്വറൻസ് ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, ന്യൂ ഔട്ട്ലുക്ക് അബൌട്ട് ദ പ്രസന്റ്, ആൻഡ് അഷ്വറൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഈ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകിയ ഉറപ്പുകളെ പറ്റിയാണ്
ഞാനിപ്പോ പറഞ്ഞത്. അപ്പോൾ ഈ സുവിശേഷം ഇത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസും സിൽവാനോസും തിമത്തിയും കൂടെ ചേർന്ന് അതവിടെ പറഞ്ഞപ്പോൾ ഉണ്ടായ സഭയാണ് തെസ്സലോനിക്ക സഭ. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് 1-ാം അധ്യായത്തിൽ പിതാവിനും പുത്രനിലുമുള്ള സഭ, പരിശുദ്ധാത്മാവിലുള്ള സഭ. താഴോട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 5-ൽ പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞ ഈ സുവിശേഷം അത് വെറും വചനമായി മാത്രമല്ല, അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ സുവിശേഷത്തിന്റെ ആ വിഷയത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. സുവിശേഷത്തിന്റെ തെറ്റായ പ്രഖ്യാപനം അല്ലെങ്കിൽ അതിനോട് കലർപ്പ് ചേർത്താൽ അത് യഥാർത്ഥത്തിൽ പിന്മാറ്റത്തിൽ കലാശിക്കും. അതായത് സത്യസുവിശേഷം പറഞ്ഞ് മുന്നോട്ട് വന്ന ജാതികളിൽ നിന്നുള്ള വ്യക്തികളാണ്, ദൈവമക്കളാണ് ഗലാത്യയിലുള്ളത്. എന്നാൽ ചിലർ വന്ന് അതിനോട് കലർപ്പ് ചേർത്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവർ പിന്മാറിപ്പോകുവാൻ അല്ലെങ്കിൽ ചഞ്ചലപ്പെടുവാൻ ഇടവന്നു. ഈ ഗലേഷ്യൻ പ്രോബ്ലം ഈസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം എന്ന് പറയും. കാരണം എല്ലായിടത്തും ഇതാ സംഭവിക്കുന്നത്. ഗലാത്യയിലുള്ള പ്രശ്നം എല്ലായിടത്തുമുള്ള പ്രശ്നമാണ്. എന്താണ്? സുവിശേഷത്തോട് കലർപ്പ് ചേർക്കുക. ഇതിനോട് പൗലോസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് നമുക്കറിയാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്, 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം വായിക്കോ. ക്രിസ്തുവിന്റെ കൃപയാൽ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത്ര കഠിനമായ വാക്കുകൾ കൊണ്ട് പൗലോസ് ഈ കാര്യം ഉറപ്പിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ദൈവ പൈതൽ, ഒരു വ്യക്തി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരണമെങ്കിൽ അതിന്റെ മുതൽ മുടക്കിയത് മുഴുവനും ദൈവം തന്നെയാണ്. അതിന് പിന്നിൽ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്. നമുക്കറിയാം, ഒരാളെ എത്ര പ്രാവശ്യം വിളിക്കുന്നു. ആൾ ഒരാഴ്ച വന്നു കഴിഞ്ഞിട്ട് പറയാം അടുത്ത ആഴ്ച വരണമേ എന്ന് പറയുന്നു. ആ ആഴ്ച പിന്നെ 2 ആഴ്ച ആ ആള് പിന്നെ കാണത്തില്ല. പിന്നെയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇങ്ങനെ ഒരാൾ ദൈവസഭയിൽ വന്നു കഴിയുമ്പോൾ ആ ആളെ എന്തെങ്കിലും പറഞ്ഞ് കലക്കിയാലോ? അതാണ് പൗലോസ് സുവിശേഷത്തിന്റെ ഡിഫൻസ്. നമുക്ക് പൗലോസിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പൗലോസ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന്. നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് വേറൊരു സുവിശേഷം ഉണ്ടെന്നല്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷം വിട്ട് നിങ്ങൾ പോകരുത്. ആ സുവിശേഷം വിട്ട് മറ്റൊരു നിലയിലേക്ക് ഒരു കലർപ്പ് അവിടെ ചേർത്താൽ അവനാകട്ടെ, ദൂതനാകട്ടെ, ഞങ്ങളാകട്ടെ, ഞങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും. കാരണം ഇതല്ലാതെ വേറൊരു മരുന്ന് ഇല്ല. 2:5 ഇത് തന്നെയാണ് പറയുന്നത്. 2:5 അപ്പോസ്തലൻ പറയുന്നത് സുവിശേഷത്തിന്റെ സത്യം. But we did not yield in subjection to them, for even an hour, so that the truth of the gospel would remain with you. ഒരു മണിക്കൂർ പോലും, ഒരു നാഴിക പോലും വിട്ടുകൊടുത്തില്ല. എന്തുകൊണ്ടാ? ഇതല്ലാതെ വേറെ ഇല്ല. പൗലോസ് പറയുന്നത് ഇതല്ലാതെ വേറൊരു സത്യമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അവിടെയാണ് ആ കാതലായ വിഷയമാണ് ഇവിടെ എതിർക്കപ്പെടുന്നത്. എന്താ? വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്നുള്ള കാതലായ കാര്യം തന്നെ എതിർത്തപ്പോൾ പൗലോസ് പറയാനോ, അതിന്റെ സത്യം, സുവിശേഷത്തിന്റെ സത്യം നിലനിൽക്കണം. സുവിശേഷത്തിന്റെ സത്യം നിലനിൽക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോ
ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല എന്ന് പറയുമ്പോൾ വാക്കുകൾ, വെറും വാക്കുകളല്ലായിരുന്നു സുവിശേഷം. വെറും പ്രഖ്യാപിക്കുക, പിന്നെ എന്താ പറയാ, ഒരു Lip service. എന്തെങ്കിലും കാര്യങ്ങൾ പ്രഖ്യാപിക്കാനായി അഞ്ചൽക്കാരുടെ കൊടുത്തയക്കുമ്പോൾ അവർക്ക് എന്തുവാ, അവർ എന്നതങ്ങ് പ്രഖ്യാപിക്കും. അതാ രാജാവ് ഇത് പറയുന്നുണ്ട് കേട്ടോ. രാജാവ് 2 ആഴ്ച കഴിയുമ്പോൾ ഇതുവഴി വരും. ഇതുപോലെ ജസ്റ്റ് പ്രഖ്യാപിക്കുന്നതല്ല, ജസ്റ്റ് വാക്കുകളല്ല. അതാണ് സുവിശേഷം. ഗോസ്പൽ ഡിഡ് നോട്ട് കം യു ഇൻ ജസ്റ്റ് വേർഡ് ഓൺലി. ജസ്റ്റ് വാക്കുകൾ പറഞ്ഞിട്ട് പോവല്ല. ഇന്ന് രാത്രിയും വെറും വാക്കുകളല്ല, നാളെ രാവിലെയും കേൾക്കുവാൻ പോകുന്നത് വെറും വാക്കുകളല്ല, അതിൽ ശക്തിയുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. എങ്ങനെയാണ് ശക്തി ഉണ്ടെന്ന് മനസ്സിലായത്? ഇവരാണ് തെളിവ്. രൂപാന്തരീകരിക്കപ്പെട്ട വിശ്വാസികളാണ്, ഈ ദൈവമക്കളാണ്. ഈ പറഞ്ഞ വാക്കുകൾ വെറും വാക്കുകളല്ലായിരുന്നു, അതിൽ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ്. കാരണം ഈ വാക്കുകൾ അവരെ രക്ഷാകരമായ വിശ്വാസത്തിലേക്ക് നയിച്ചു, അവരെ ദൈവമക്കളാക്കി തീർത്തു. റോമാലേഖനം 10:17 പറയുന്നേ, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ്. വിശ്വാസം കേൾവിയാലും. അപ്പൊ കേൾവിയാൽ വിശ്വാസം വരണമെങ്കിൽ വാക്കുകൾ വേണ്ടേ? വാക്കുകൾ വേണം. സുവിശേഷം എപ്പോഴും പ്രഘോഷിക്കപ്പെടുന്നത് വാക്കുകളിലൂടെയാണ്, സൈൻ ലാംഗ്വേജ് അല്ല, വാക്കുകളിലൂടെ തന്നെയാണ്. പക്ഷെ അത് വെറും വാക്കുകളല്ല, അതിൽ ശക്തിയുണ്ട്. ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ്. വിശ്വാസം കേൾവിയാലും, കേൾവി വചനത്താലും വരുന്നു. പിന്നെ രാത്രിയിലും ഈ ദിവസങ്ങളിലൊക്കെയും ഈ നമ്മുടെ ഉള്ളിൽ വിശ്വാസം പരിണമിക്കുമാർ ഈ ദൈവവചനം ശക്തിയായി നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് റോമാലേഖനം 1:16 ഫോർ ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. കാരണം എന്താ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാത്തത്? Because it is the power of God. സുവിശേഷത്തിൽ ശക്തിയുണ്ടെന്നല്ല, സുവിശേഷം ശക്തിയാണെന്ന. പലര് പറയുന്നുണ്ടല്ലോ, വചനത്തിൽ ദൈവത്തിന്റെ വാക്കുകളുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. അത് തെറ്റാ. ദൈവവചനമാണ് ദൈവത്തിന്റെ വാക്കുകൾ. ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നല്ല, ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ ചിലർ പറയാറുണ്ട്, ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ കേൾക്കുമ്പോൾ അവർ ശരിയാണ്. നോ, ബൈബിൾ ഈസ്, ഈ തിരുവെഴുത്താണ് ദൈവത്തിന്റെ വാക്കുകൾ. അതുപോലെ സുവിശേഷത്തിൽ ശക്തി ഉണ്ടെന്നല്ല, സുവിശേഷമാണ് ശക്തി. അങ്ങനെ അവിടെ പറയുന്നു 1:16, ഞാൻ സുവിശേഷത്തെ കൊണ്ട് ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് ആദ്യ യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. The word of God is the power of God. എബ്രായലേഖനം 4:12. എബ്രായലേഖനം 4:12 നമുക്കറിയാം. 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും തന്തിമജ്ജകളെയും ബോർപിടിക്കും വരെ തുളച്ചു വെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. The word of God is living and active and sharper than any two-edged sword. ഇവിടെ word of God two-edged sword എന്നല്ല പറയുന്നത്. It is sharper than any two-edged sword. അതായത് ഇരുപത്തല്ലുള്ള ഏത് വാളിനേക്കാളിലും സ്തോത്രം. റോമാലേഖനം 1:16 നമ്മൾ വായിച്ചു. ഇൻ 1 Corinthians chapter 1:18, കൊരിന്ത്യർക്കുള്ള 1:18 ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം, ക്രൂശിന്റെ വചനം സെയിം. രക്ഷിക്കപ്പെടുന്നവർ നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതെ, ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം. നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് It is the power of God. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോ യെരമ്യാ പ്രവചനം പഴയ നിയമത്തിലെ ഒരു വാക്യം കൂടെ എടുത്തിട്ട് മുന്നോട്ട് പോവാം. 23:29 ഈ വാക്യമാ ദൈവവചനം. എന്റെ വചനം, എന്റെ അതെ, ദൈവം എന്താ പറയുന്നേ? എന്റെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന യഹോവയുടെ
അരുളപ്പാട്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കണ്ടത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും എന്ന് പറയുമ്പോൾ, ഈ ശക്തി എന്ന് പറയുമ്പോൾ നമ്മള് പവർ എന്ന് പറയുമ്പോൾ നമ്മള് മനസ്സിലാക്കാൻ സാധ്യതയുള്ള പല അർത്ഥങ്ങളുണ്ട്. ഒരു മിറക്കിൾ എന്നുള്ള ഒരർത്ഥം, അത്ഭുതങ്ങൾ. തീർച്ചയായിട്ടും ഒരത്ഭുതം ഒരു വ്യക്തിയെ സത്യദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കുവാൻ ഉപകരിക്കുമെങ്കിൽ ദൈവം ചെയ്യും. സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. കാരണം നമുക്കറിയാം, മോശയോട് ദൈവം പറഞ്ഞു, ഈ ഫറവോന്റെ മുമ്പിൽ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. മോശ അത് അനുസരിച്ചു, അല്ലെ? സത്യദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ് ദൈവം അവിടെ കാട്ടിയത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 16 വന്നപ്പോ അപ്പോസ്തലന് ഒരു പുഴവക്ക് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ പലരും കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു സഹോദരിയുടെ ഹൃദയം തുറന്നു. അതാണ് അവിടുത്തെ അത്ഭുതം. ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്യുന്നറിയാം? ഈ അത്ഭുതം കണ്ടിട്ട് ഒന്നും ശരിയായില്ല, അവന്റെ ഹൃദയം കഠിനപ്പെടുത്തുക. ഇവിടെ ഇതാ അത്ഭുതങ്ങളിൽ അത്ഭുതം, ഒരു മനുഷ്യന്റെ ഹൃദയം ഒന്ന് തുറന്നു. അവിടെ അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവം ചെയ്യും. ബട്ട് ഗാഡ് ഇൻ ഹിസ് സോവറിൻ ഡിക്രി അല്ലെങ്കിൽ ഡിസിഷൻ എന്ത് ചെയ്തു? അവിടെ അത്ഭുതം വേണ്ട, അവിടെ ഹൃദയം ഒന്ന് തുറന്നു. അപ്പൊ ഒരു അത്ഭുതം ചെയ്യേണ്ടടുത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഇന്നും ദൈവം അത്ഭുതവാനായ ദൈവമാണ്. ഇന്ന് രാത്രിയിലും ചെയ്യാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ബട്ട് അതിന്റെ മൊത്തം ഡിസ്ക്രിഷൻ ഈ പ്രീച്ചറുടെ കയ്യിലല്ല. ഇന്ന് പലരും അങ്ങനെ അവതരിക്കാറുണ്ട്, അല്ലെ? ഓ, അവിടെ ഒരു അത്ഭുതം ചെയ്യുന്ന ആൾ വന്നു. നോ, അങ്ങനെ ഒരാളില്ല. ദൈവമാണ് അത്ഭുതവാൻ, ദൈവമാണ് അതിശയവാൻ. പ്രീച്ചർ അല്ല ഒന്നും ചെയ്യുന്നേ. ഹീസ് ജസ്റ്റ് എ സെർവന്റ്. അവനൊരു വിശ്വസ്ത കർത്താവിന്റെ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, സുവിശേഷത്തിന്റെ കാര്യവിചാരകനാണ്. I am a minister of the gospel. I am a steward of the gospel. I am a debtor of the gospel. 3 കാര്യമാണ് പൗലോസ് പറഞ്ഞേ. ഞാൻ സുവിശേഷത്തിന്റെ കടക്കാരനാണ്, ഞാൻ സുവിശേഷത്തിന്റെ കാര്യവിചാരകനാണ്, ഞാൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാണ്. ഇത് മാത്രമാണ് നമ്മൾ ഈ ശക്തിയുള്ള വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു. ദാനിയേലിന്റെ പ്രവചനത്തിലുണ്ട്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ മാത്രമാണ്. But the full credit goes to God and God alone. Triune ഗോഡിനാണ്, ദൈവത്തിനാണ് മുഴുവൻ മഹത്വം കൊടുക്കേണ്ടത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ് മുഴുവൻ മഹത്വം. എന്താണ്? പിതാവാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. പുത്രനാണ് തന്റെ ജീവനും തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. പരിശുദ്ധാത്മാവാണ് ഒരുവന്റെ ഉള്ളിൽ കൺവിക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുവൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവപാദത്തിലേക്ക് വരുമ്പോ ആ ക്രെഡിറ്റ് ത്രിയേക ദൈവത്തിനാണ് മുഴുവൻ മഹത്വം. അപ്പൊ ഇത് ഗോസ്പൽ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു പ്രസന്റേഷൻ ഓഫ് ഐഡിയ അല്ല, ഒരു തിയറി അങ്ങ് അവതരിപ്പിക്കുകയല്ല. നോ, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് പവർ. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് പവർ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പലരും സുവിശേഷം പറയാൻ തക്കവണ്ണം മടിച്ചിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് ഇതങ്ങോട്ട് അവതരിപ്പിക്കാൻ അറിയത്തില്ല, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മോശയെ തെരഞ്ഞെടുക്കുമ്പോ ഇതിനെ മോശയെ തെരഞ്ഞെടുത്ത് അവനെ നേരിട്ടങ്ങ് തെരഞ്ഞെടുത്താൽ പറയും. കാരണം അവൻ വാഗ്മിയാണെന്ന് ദൈവം തന്നെ പറയുന്നു. അപ്പോ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ അവന്റെ കഴിവ് നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അവന് കഴിവില്ലാത്തതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. കാരണം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും നല്ലൊരു ഔട്ട്കം വന്നാൽ മുഴുവൻ മഹത്വവും ദൈവത്തിനാണ്. നമ്മയൊക്കെ തിരഞ്ഞെടുത്തത് കഴിവ് നോക്കിയല്ല. അപ്പോ in spite of the deficiency of the preacher, the word has power. അതായത് പറയുന്ന, ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ഇന്ന് പറയുമ്പോ ദൈവദാസന്മാരുടെ മുമ്പിലും എക്സ്പീരിയൻസ് ഉള്ള അനുഭവമുള്ള ദൈവദാസന്മാരുടെ മുമ്പിൽ ഞാനിത് പറയുമ്പോ നമ്മുടെ എഫിഷ്യൻസി അല്ല ഇവിടെ വരുന്നത്. ഞാൻ ദൈവവചനം പറയുന്നത് മാത്രമേ. In spite of the deficiency of the preacher, the word has the power. ദൈവവചനത്തിന് ആസക്തി. ഹല്ലേലൂയ. ദൈവവചനത്തിന് ആസക്തി. അപ്പം മാത്രമല്ല, എത്ര ഏബിൾ ആയിട്ട് ആ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല. മാത്രമല്ല,
ഈ വ്യക്തി എത്രത്തോളം അവിടെ നിൽക്കുന്നു എന്നുള്ളതും കാര്യമല്ല. കാരണം നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തില് 3 ശബത്തുകൾ അവിടെ ഇവര് വാദിച്ചു എന്ന് പറയുന്നു. ഇവരോട് ദൈവവചനം ഇങ്ങനെ സമ്മതിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ അവരെ അവിടുന്ന് ഓടിക്കുകയാണ്. അപ്പോഴത്തേനും എന്താ അവിടുത്തെ പ്രവർത്തനം നിന്നുപോയി. നോ, ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സഭയോട് എടുത്തു. അതെങ്ങനെയാ? ദൈവമാ സഭ പണിയുന്നേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ആ സഭ പണിയുന്നേ, പാതാള ഗോപുരങ്ങളൊന്നും അതിനെ ജയിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ പ്രീച്ചർ പോയി, പ്രീച്ചറിനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. വേറെ ആരും ഇല്ല. അങ്ങനെയാണോ? നോ, ദൈവം ടേക്ക് കെയർ ചെയ്യും. ഗാഡ് വിൽ. കാരണം അതൊരു പ്രോമിസാ. ഞാൻ എന്റെ സഭയെ പണിയെന്നുള്ള ഒരു പ്രോമിസാ. സഭയെ കുറിച്ച് 2 or 3 പ്രാവശ്യമേ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കില്ല എന്ന് പറയുന്നത്. പിന്നെ കർത്താവ് പറയുന്നതാണ്, ഒരുവൻ ഒഫൻഡ് ചെയ്താൽ അവനെ നിങ്ങൾ നേരിട്ട് സംസാരിക്കണം, പിന്നെ 2 പേരോട് കൂട്ടി സംസാരിക്കണം. പിന്നെ അവൻ കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് അറിയിക്കാൻ പറയുന്നു. ഇത് കൂടുതൽ അധികം കർത്താവ് സഭയെ പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാം വിശദമാക്കിയിട്ടുള്ള അപ്പോസ്തലന്മാരാ. പക്ഷെ പറഞ്ഞത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കർത്താവ് പറയുക, ഞാൻ എന്റെ സഭയെ പണിയും. ബട്ട് എഫിഷ്യൻസി ഓഫ് ദ പ്രീച്ചർ വിഷയമല്ല, അവന്റെ എഫിഷ്യൻസി വിഷയമല്ല. ദൈവത്തിന്റെ വചനത്തിനാണ് പവർ. ഇറ്റ് ഈസ് എ മെസ്സേജ് ദാറ്റ് ഹാസ് ദ പവർ ടു ട്രാൻസ്ഫോം ലൈഫ്സ്. വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണ് തിരുവെഴുത്ത്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 1 Peter chapter 1 verse 23 to 25. For you have been born again, not of seed which is perishable, but imperishable, that is, through the living, enduring word of God. For all flesh is grass, and all its glory like the flower of the grass. The grass withers, and the flowers fall off, but the word of the Lord endures forever. And this is the word which was preached to you. കിടന്ന് ബിദ്യത്താലല്ല, കിടത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പത്രോസ് പറഞ്ഞു കേട്ടോ, കെടുത്ത് വിജയത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനം. താഴോട്ട് വരുമ്പോ അത് പറഞ്ഞ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ബാക്കിയല്ല അവിടെ പറയുന്നുണ്ട്, സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയാകുന്നു. പുല്ലുവാടി പൂ എന്നു പോയി, മാറ്റമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനമാണ് തെസ്സലോനിക്ക സഭയുള്ള ബന്ധത്തിൽ നമുക്ക് അതിന്റെ ഉത്ഭവമായി കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ വചനമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവമക്കളാക്കി തീർത്തത്. കൊരിന്ത്യർക്കുള്ള 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവവചനത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലത്രയാകുന്നു. ഇത് അല്പം പലയിടത്തും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. കാരണം വചനത്തിലല്ല എന്നോട് പറഞ്ഞെങ്കിൽ ദൈവവചനത്തെ കുറിച്ചാണ് എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വചനം എന്നുള്ളത് വാക്കുകൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് കറക്റ്റാ. ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ വേർഡ്സ് ബട്ട് ഇൻ പവർ. The power of the word, the power of the Holy Spirit, power of God. ദൈവത്തിന്റെ ശക്തിയിലാണ് ദൈവ സഭ അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ് റിക്വയർസ് ദ സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി, ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു അമാനുഷികമായ ശക്തിയിലൂടെ മാത്രമേ രൂപാന്തരം സംഭവിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്. അല്ലാതെ ഒന്നും രൂപാന്തരം സംഭവിച്ചില്ല. നമ്മൾ വെറുതെ ബാരൻ വേർഡ്സ് പറഞ്ഞതുകൊണ്ടല്ല, വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരാളെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മൾ പറയുന്നത് ഒരുപക്ഷെ കേൾക്കുമായിരിക്കും. അത് വ്യക്തിപരമായിട്ടുള്ള ചിലർക്ക് ക്ഷമാശീലമുണ്ട്. എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും, പക്ഷെ അംഗീകരിക്കത്തില്ല. അംഗീകരിക്കണമേ ഉള്ളിലൊരു
നിക്കോദിമോസിനോട് പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്നുള്ളൊരു ജനന, ഒരു രൂപാന്തരം, ഒരു വീണ്ടും ജനന അനുഭവം ആമേൻ. ഉണ്ടാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ രൂപാന്തരം വരത്തുള്ളൂ. വ്യക്തികൾക്ക് രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒന്ന് കരുണാസമ്പന്ന ദൈവമോ നമ്മെ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. അപ്പൊ അവിടെ മരിച്ചവരായിരുന്നവരെ, ഈ മരിച്ച ഒരവസ്ഥയിൽ കിടക്കുന്ന ഒരാളോട് നമ്മൾ എന്ന് എത്ര പച്ചത്തിൽ പറഞ്ഞാവുമെങ്കിലും കേൾക്കും. മരിച്ചതുപോലെ കിടക്കുന്നല്ല ഇവിടെ പറയുന്നത്. ഒരു പാപിയുടെ അവസ്ഥ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് മരണത്തോടെ ഉപമിച്ചിരിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. ഈ ലോകത്തിലെ ഏത് കാര്യവും പുള്ളിക്ക് ചെയ്യാനും അറിയാൻ ചെയ്യാം, ചിന്തിച്ച് ചെയ്യും, ബുദ്ധിമാനാണ്, പഠനത്തിന് ബുദ്ധിമാനാണ്, മുൻപന്തിയിൽ നിൽക്കുന്നു. പക്ഷെ ആത്മീയ കാര്യങ്ങൾ, ദൈവസംബന്ധിയായ വിഷയങ്ങളിൽ മരിച്ചിരിക്കുക, ദൈവമായിട്ട് യാതൊരു കൂട്ടായ്മയില്ല. അതല്ലേ മരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്, വേർപെടലാണ് മരണം എന്ന് പറഞ്ഞാൽ. മരണം എന്ന് പറഞ്ഞാൽ നിത്യമായ ദൈവമായിട്ടുള്ള വേർപെട്ട അവസ്ഥ. ഈ നിലയിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ ആ നിലയിൽ അവന്റെ ജീവിതം അവസാനിക്കുവാണെങ്കിൽ നിത്യമരണത്തിലാണ്. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ദൈവവചനം ചെന്നപ്പോൾ, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും, അപ്പോൾ പാറ പോലെ മരിച്ചിരിക്കുന്ന അവസ്ഥ അവന്റെ ഹൃദയത്തിലേക്ക് ഈ വചനം ചെന്നപ്പോ അതെന്ത് ചെയ്തു? നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം അതിക്രമം മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു, റെസസിറ്റേറ്റ് ചെയ്തു, ജീവൻ നൽകി. 2:8 പറഞ്ഞിരിക്കുന്നത് കൃപയാൽ നമ്മൾ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ദ പവർ ബിഹൈൻഡ് അവർ വേർഡ് ഡിപ്പെൻഡ്സ്. അല്ലെ, ഒരു വാക്ക്, അതായത് ഒരാളുടെ വാക്കിന് ശക്തി പകരുന്നത് എന്താ? ആര് പറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാ. അത് വേറൊരു വിഷയത്തുള്ള ബന്ധത്തിലാണെങ്കിലും പറഞ്ഞതാ. ഇതിപ്പോ ഞാനിപ്പോ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുകയാണ്, ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലുള്ള എല്ലാവരും നാളെ തൊട്ട് മാസ്ക് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? എന്റെ വീട്ടിലുള്ളവർ കേൾക്കത്തില്ല. കാരണം എന്താ? അങ്ങനെ ഒരു ഡിക്രി ചെയ്യാനൊന്നും എനിക്ക് അധികാരമില്ല. ഈ തിരുവെഴുത്ത് ആരുടെ വാക്കുകളാ? സകലത്തെയും നിർമ്മിച്ചവന്റെ, സകലത്തെയും തന്റെ സ്വന്തം വാക്കുകളാൽ സൃഷ്ടിച്ചവന്റെ, കരങ്ങളിൽ വഹിക്കുന്നവന്റെ വാക്കുകളാ. ഇറ്റ് ഹാസ് പവർ, അതിന് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 ദൈവവചനത്തിന് ശക്തിയുണ്ട്. 1:8 പറയാ, നിങ്ങളിൽ ആ ശക്തി വരണം. അതല്ലേ അപ്പോസ്തല പ്രവൃത്തി 1:8 അതല്ലേ പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ശക്തി ലഭിക്കും. അപ്പോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ശക്തീകരിക്കുന്ന ആത്മാവ് നമ്മളിൽ വരുമ്പോൾ എന്താ അവിടുത്തെ പ്രോഡക്റ്റ് ആയിട്ട് പറയുന്നത്? എന്താ ഈ ശക്തി? അവിടെ എന്താണ് ഇവർ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞത്, യു വിൽ വിറ്റ്നസ്, റൈറ്റ്? യഹൂദയിലും യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷി. അപ്പൊ സാക്ഷികളായി തീരുവാൻ എനിക്ക് തോന്നുന്നു കർത്താവിന്റെ ദാസൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. സാക്ഷികളായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം ആവശ്യമാണ്. ഇത് നമുക്ക് മുന്നോട്ടുള്ള എല്ലാ അധ്യായങ്ങളിലും എവിടെയെല്ലാം സുവിശേഷം പ്രഖ്യാപിച്ചോ അവിടെയെല്ലാം അവർ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. എവിടെയെല്ലാം അവരെ കൊണ്ടുപോയി ഈ നിയമ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പേ കൊണ്ട് നിർത്തുന്നുണ്ട്, യഹൂദ മത മേലാധികാരികളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. ഇവിടെ എല്ലാം ആൾ മാറിയവരെ പോലെ അവർ നിൽക്കാൻ കാര്യം അവരുടെ സ്വയമായിട്ടുള്ള ശക്തിയല്ല, അവരിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. സോ ഇറ്റ് എനേബിൾഡ് them to boldly witness. ശക്തിയോടെ സാക്ഷികളായി തീരുവാൻ അവർക്ക് സാധിച്ചു. അപ്പോ ഒരു യഥാർത്ഥ സുവിശേഷ ഘോഷണത്തിൽ കൺവേ ചെയ്യുന്ന മെസ്സേജിന് ശക്തിയുണ്ട്. കൺവെയർ, അതായത് മെസ്സേജ് പറയുന്നവരിലും ശക്തി വ്യാപരിക്കുന്നുണ്ട്, കേൾക്കുന്നവരിലും ഇത് ശക്തി വ്യാപരിക്കും. ശക്തി വ്യാപരിക്കും. അപ്പോ അതിന് പരിശുദ്ധാത്മാവ് തന്നെ അവർ ഹൃദയത്തിൽ പ്രവർത്തിക്കണം. കണ്ടോ, ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആ പരിപാടി ഭയങ്കരമാണ്. അതായത് മെസ്സേജിൽ ശക്തിയുണ്ട്, ദൈവവചനത്തിൽ ശക്തിയുണ്ട്. ഈ പ്രസന്റ് ചെയ്യുന്ന ആള് സാധാരണക്കാരനാണ്, പക്ഷെ അവനിൽ ശക്തി വ്യാപരിക്കുന്നു. കാരണം പരിശുദ്ധം അവനെ ശാക്തീകരിക്കുന്നു, കേട്ടവരിലും അത് ശക്തിയായി വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവജന ശുശ്രൂഷയിൽ നാം എങ്ങനെയായിരിക്കേണ്ടത്? കർത്താവെ, ആ ശക്തി എന്നിലും വ്യാപരിക്കണം. എനിക്ക് ഒരു രൂപാന്തരം ഉണ്ടാകണം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ എന്റെ കാര്യം പറയുന്നത്, എന്റെ ഏറ്റവും വലിയ പ്രശ്നം, പ്രാർത്ഥനാ വിഷയം, ഞാൻ ഉള്ള കാര്യം പറയുക, ദൈവസന്നിധിയിലാ പറയുന്നത്. എനിക്കൊരു ജയം വേണം. എവിടെ? ഈ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നും ഒരു ജയം. എനിക്ക് ക്രിസ്തുവിനെ പോലെ ആയി മാറണം. അതിന് എന്റെ ശക്തി കൊണ്ട് അത് കഴിയുകയില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഓരോ വചനവും എന്നിൽ അത് ശക്തിയായി വ്യാപരിക്കണം. ശക്തിയായി അത് വ്യാപരിക്കണം. അടുത്തത്, ഫുൾ കൺവിക്ഷനോടുകൂടിയാണ് ഈ സുവിശേഷം അവരുടെ അടുത്ത് ചെയ്യുന്നത്. ഫുൾ കൺവിക്ഷൻ. നാമും അതുപോലെ തന്നെ ഈ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ there is no B message. This is the message. ഇതല്ലെങ്കിൽ വേറൊരു മെസ്സേജ് കൊടുക്കാൻ നമ്മുടെ ഇല്ല. ഇത് മാത്രമാണ് മെസ്സേജ്. പൗലോസിന് യാതൊരു സംശയമില്ലായിരുന്നു. എന്താ ഇതല്ലാതെ ഇതാണോ മെസ്സേജ്? ഇനിയിപ്പോ ഇതാണോ? ഇങ്ങനെ ചോദിച്ചോണ്ടല്ല ചെല്ലുന്നത്, ഇങ്ങനെ സന്ദേഹിച്ചുകൊണ്ടല്ല ചെല്ലുന്നത്. ദിസ് ഈസ് ദ മെസ്സേജ്. അതുകൊണ്ടാണ് പറയുന്നത്, he was not in doubt about the message. He was in full assurance, much assurance. എങ്ങനെ അറിയാം? എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. പൗലോസ് ഈ ഫീലിക്സിന്റെ മുമ്പിലൊക്കെ സാക്ഷ്യം പറയുന്നു. പൗലോസ് ഈ സാക്ഷ്യം പറയുന്ന ഇടങ്ങളിൽ പറയുന്നത് എങ്ങനെയാ? ഇതെന്നെ രൂപാന്തരപ്പെടുത്തിയെന്ന, ഈ സുവിശേഷം എന്നെ രൂപാന്തരപ്പെടുത്തി. ഇത് നമുക്കൊരു രൂപാന്തരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത് രൂപാന്തരപ്പെടുന്ന സന്ദേശമായിട്ട് പ്രഘോഷിപ്പാൻ കഴിയുകയുള്ളൂ. നമ്മിൽ രൂപാന്തരം വരാത്ത വചനം എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത്? എനിക്ക് രൂപാന്തരപ്പെടാൻ ഇത് സാധിച്ചില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മള് 100% പെർഫെക്റ്റ് ആയെന്നല്ല, ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയല്ല ഞാൻ പറഞ്ഞത്. ഒരു ലീഗലിസ്റ്റിക് മൈൻഡ് സെറ്റിലല്ല ഞാൻ പറഞ്ഞത്. ഇത് എന്നിൽ രൂപാന്തരം വരുത്തണമേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് രൂപാന്തരപ്പെടാത്ത വചനം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഹല്ലേലൂയ. പൗലോസിന് ഇത് രൂപാന്തരപ്പെടുത്തിയ വചനമാണ്. പൗലോസ് ആൾ മാറിയവനെ പോലെ ആയത് ഇതേ വചനമാണ്. ഈ വചനമാണ് ഫുൾ കൺവിക്ഷനോടുകൂടെ പൗലോസും ശേഷം അപ്പോസ്തലന്മാരും പറഞ്ഞത്. ഇനി അടുത്ത കാര്യം അവിടെ പറയുന്നത്, പൂർണ്ണ നിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്, നിങ്ങൾ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു. അപ്പോൾ ഈ സുവിശേഷം പറയുക മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിലും, ഈ ജാതികളായിരുന്നവരുടെ ഇടയിൽ, യഹൂദന്മാരായിരുന്നവരുടെ ഇടയിൽ ജീവിതത്തിലും അത് മാതൃകാപരമായി കാട്ടുവാൻ ഈ അപ്പോസ്തലന്മാർക്ക്, ഈ ദൈവദാസന്മാർക്ക് സാധിച്ചു. സോ ദേ വർ നോട്ട് ജസ്റ്റ് പ്രീച്ചിങ്, ദേ വർ സിംബൽസ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ. അതായത് രൂപാന്തരീകരിക്കപ്പെട്ട ജീവിതം ഇങ്ങനെയാണ് എന്ന് അവരവരുടെ ജീവിതത്തിലൂടെ തന്നെ കാട്ടിക്കൊടുത്തു. അല്ലാതെ വെറും പ്രസംഗിച്ചിട്ട് നിങ്ങളത് മാറണം കേട്ടോ എന്ന് പറഞ്ഞു പോവുകയല്ല. അവരുടെ ഇടയിൽ എത്ര കാലം പാർത്തോ അത്രയും കാലം ഇവർ അവർക്ക് മാതൃകയായിരുന്നു. They were models, they were symbols. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 1:12. അതായത് അവർ കേൾക്കുക മാത്രമല്ല, ഈ കേൾവിക്കാർ കേൾക്കുക മാത്രമല്ല, അവർ കാണുക കൂടെ ചെയ്യും. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിൽ അല്ല, ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഞങ്ങളുടെ പ്രശംസ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ആയിരുന്നപ്പോൾ ഏറ്റവും മാതൃകാപരമായിരുന്നു ഞങ്ങൾ ഇടപെട്ടത്. അതാ എന്റെ സംക്ഷിപ്തം. ഇതാണ് തെസ്സലോനിക്ക സഭയോടും പറയുന്നത്. അപ്പോ ദൈവമക്കൾ എല്ലാവരും പ്രത്യേകിച്ചും എന്താണ് ഈ വചനം കൈകാര്യം ചെയ്യുന്ന, പ്രഖ്യാപിക്കുന്ന, പ്രഘോഷിക്കുന്ന, സുവിശേഷം ഷെയർ ചെയ്യുന്ന, ദൈവവചനം സംസാരിക്കുന്ന നമ്മളെല്ലാവരും മാതൃകാപരമായ ഒരു ജീവിതത്തിന്, അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്,
അതുകൊണ്ട് അധികം ശിക്ഷാവിധി വരുമെന്ന് വിചാരിച്ചു അറിഞ്ഞ് നിങ്ങൾ അധികം പേര് ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഈ വിശ്വാസികൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലുള്ള യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്ന ഒന്നാമത്തെ തെളിവാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനോട് പറയുന്നത്. ദേ ആർ ട്രൂലി സേവ്ഡ്. അതിന്റെ അടയാളങ്ങളാണ് ഈ 5 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 കാര്യം. 6ാം വാക്യത്തിൽ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്ക് കർത്താവിനും അനുകാരികളായി തീർന്നിരിക്കുന്നു. 2 കാര്യം അവിടെ പറയുന്നത്. ഒന്ന്, ദേ ആർ ദ സേവ്ഡ് ചർച്ച്, 1 മുതൽ 5 വരെയുള്ള വാക്യം. രണ്ടാമത്തെ കാര്യം, ദേ എൻഡുവർ സഫറിങ്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ സഫറിങ് എൻഡുർ ചെയ്യാൻ കഴിയൂ. അതായത് സഫറിങ്ങിന്റെ നടുവിലൂടെ കടന്നു പോകാൻ കഴിയൂ. സഫറിങ് വിവിധ നിലകളിൽ വരും. ഇവിടുത്തെ സഫറിങ് എന്താണെന്ന് അറിയാമോ? പെർസിക്യൂഷനാണ്. നമ്മുടെ ജീവിതത്തിൽ പെർസിക്യൂഷൻ അല്ലായിരിക്കാം വരുന്നത്, വിവിധമായിട്ടുള്ള മറ്റ് സഫറിങ് ആയിരിക്കും വരുന്നത്. അതിന്റെ നടുവിലും എൻഡുർ ചെയ്യാൻ. നമ്മളെ കൊരിന്ത്യർക്കുള്ള ഒരു ലേഖനത്തില് 1-ാം ലേഖനം 10-ാം അധ്യായത്തില് 13ാമത്തെ വാക്യത്തിൽ, മനുഷ്യർ നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പേ കർത്താവിന്റെ ദാസനോട് ഇല്ലായിരുന്നപ്പോൾ ആ വിഷയം സംസാരിച്ചത്. ദൈവം വിശ്വസ്ത, നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾ സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അവൻ നീക്കുപോക്ക് ഉണ്ടാക്കും. അന്നേരം നമ്മൾ പറഞ്ഞത് ഈ നീക്കുപോക്ക് അല്ലെങ്കിൽ വേ ഓഫ് എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ തീച്ചുളയുടെ മുമ്പിൽ നിന്നും വേണേ പ്ലക്ക് ചെയ്തുകൊണ്ട് പോവാം അവരെ. നോ, അങ്ങനെയല്ല. തീച്ചുളയ്ക്കകത്ത് എറിയപ്പെട്ടു, എന്നിട്ട് അവിടെ നിന്നാണ് വിടുന്നത്. അപ്പൊ തീച്ചൂടിന്റെ അനുഭവത്തിലൂടെ കൂരുള്ള താഴ്വരയിൽ കൂടെ നടന്നു പോയാലും കടന്നു പോയാലും അനർത്ഥം ഭയപ്പെടില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ഇവരെ ഈ പെർസിക്യൂഷൻ കൂടാതെ വേണം ദൈവത്തിന് രക്ഷപ്പെടുത്താം. ദൈവത്തിന് അതൊക്കെ കഴിയും. ബട്ട് ദേ എൻഡുവേർഡ്. ബഹുകഷ്ടം. അതിന്റെയൊക്കെ ആ ഒറ്റ വാക്യം തന്നെ ഉണ്ട് അതിന്റെ ആ കാഠിന്യം. കഷ്ടം സഹിക്കേണ്ടി വന്നു എന്നല്ല, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും മച്ച് ട്രിബുലേഷൻ എന്നാ പറയുന്നത്. അതാണ് രണ്ടാമത്തെ തെളിവ്. യഥാർത്ഥത്തിൽ ഇവർ വിശ്വസിച്ച് ദൈവമക്കളാണ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവാണ്. എന്താ? ദെയർ പ്രസന്റ് എൻഡുറൻസ് ഇൻ സഫറിങ്. അവരുടെ ഇപ്പോഴത്തെ കഠിനമായ ശോധനയുടെ നടുവിലുള്ള അവരുടെ എൻഡുറൻസ്. സമയം മുന്നോട്ട് പോയി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. ദൈവസഭയുടെ ചരിത്രം ആകമാനം പരിശോധിച്ചാൽ, നമ്മൾ ചില നാളുകൾക്ക് മുമ്പേ രക്തസാക്ഷികളുടെ ജീവചരിത്രം എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിൽ ഒരു ക്ലാസ് എടുത്തായിരുന്നു. അതിനകത്ത് എന്തുകൊണ്ടാണ് ഇവർ എൻഡ്യൂർ ചെയ്തെന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. സഭയുടെ ചരിത്രം മുഴുവനും നോക്കിയാൽ ആദിമ നൂറ്റാണ്ട് മുതൽ അപ്പോസ്തലന്മാരുടെ കാലം, അത് കഴിഞ്ഞും ഇപ്പോഴും ഈ പെർസിക്യൂഷൻ കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ ഈ സഫറിങ് എൻഡ്യൂർ ചെയ്യുന്നവരാണ്. 2 വാക്കുകൾ വായിച്ചിട്ട് ഞാൻ നിർത്താം. പത്രോസിന്റെ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാന്യത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവിടെ പറയുന്നത് അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാണ്. അപ്പോ പത്രോസിന്റെ വായനക്കാര് വിവിധമായ പരീക്ഷകളെന്നാണ് പറഞ്ഞേക്കുന്ന അവര്. ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ മച്ച് എൻഡുറൻസ്, മച്ച് സഫറിങ്, മച്ച് ട്രിബുലേഷൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന 2-ാം വാക്യത്തിൽ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു.
അറിഞ്ഞ് അതിൽ അത്യന്തം സന്തോഷമെന്ന് എണ്ണുവീനെന്നവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നല്ല, പലത്, വേരിയസ്, സിവിയർ, മച്ച് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ നടുവിൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദല് നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾ ആരാ? നിങ്ങൾ ദൈവമക്കളാ. നിങ്ങൾ ദൈവമക്കളാ. 2, എ ന്യൂ ഔട്ട്ലുക്ക് അബൌട്ട് ദ പ്രസന്റ്. ഇത് ചെറിയൊരു കാലത്തേക്കുള്ള കഷ്ടതയാണ്. 3, ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള പ്രത്യാശയോടുകൂടിയുള്ള കാത്തിരിപ്പ്. എന്താ? ആത്മാവെന്ന് ആദിദാനം പ്രാപിച്ചിരിക്കുന്ന നാം എനിക്കൊരു ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്. അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ലെന്നെണ്ണി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. തെസ്സലോനിക്കയിലുള്ള ദൈവസഭ അപ്രകാരമുള്ള ദൈവസഭയായിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ നാം എതിർപ്പെടുന്ന ഏത് വിഷയത്തിനും നടുവിൽ ഉറപ്പോടെ നിൽപ്പാൻ ഈ ദൈവവചന പഠനവും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർമ്മിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു.